ഹലോ, ഇന്ന് വന്നിട്ടുള്ളത് ഒരു സൺഡേ വ്ളോഗായിട്ടാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു വ്ളോഗിൽ നമ്മൾ 7 ടിപ്സും കൂടെ ഷെയർ ചെയ്യുന്നുണ്ട്. ഒരു ഹെൽത്തി ആൻഡ് ഹാപ്പി ലൈഫ് ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ ഈ 7 ടിപ്സൊക്കെ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഫസ്റ്റ് ടിപ്പായിട്ട് പറയാനുള്ളത് ഏർലി വേക്കപ്പ് ആൻഡ് പ്രെയർ എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു ടോപ്പിക്കിനെ കുറിച്ച് ഞാനധികം പറയുന്നില്ല. അപ്പോൾ ഇതൊക്കെ പ്രാക്ടീസ് ചെയ്യുന്നവർക്ക് അതിൻ്റെ ബെനഫിറ്റും ഹാപ്പിനെസ്സൊക്കെ മനസ്സിലാവുന്നതാണ്. സെക്കൻഡ് ടിപ്പ് ഫോർ ഹെൽത്തി ലൈഫ് സ്റ്റൈൽ എന്ന് പറയുന്നത് ഡ്രിങ്ക് ഇനഫ് വാട്ടർ എന്നുള്ളതാണ്. അപ്പോൾ രാവിലെ തന്നെ നല്ലൊരു ഗ്ലാസ് വെള്ളം കൺസ്യൂം ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. ഇന്നിതിപ്പോൾ ഞാൻ ഉലുവ വെള്ളമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ വെള്ളം കൺസ്യൂം ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് എക്സസൈസ് എന്നുള്ളതാണ്. അപ്പോൾ മിനിമം ഒരു വാക്കിംഗ് എങ്കിലും ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. നമ്മുടെ ബോഡി മൂവ്മെൻറ്റ് അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ അത് ഏത് ഏജ് ഗ്രൂപ്പിലുള്ളവരാണെങ്കിലും എക്സസൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. നെക്സ്റ്റ് വരുന്നത് പ്ലാൻ യുവർ ഡേ എന്നുള്ളതാണ്. അപ്പോൾ ഒരു ഹൗസ് വൈഫൊക്കെ ആണെങ്കിൽ പിറ്റേ ദിവസമുള്ള കുക്കിംഗ്, ക്ലീനിങ് കാര്യങ്ങളൊക്കെ ഒന്ന് പ്ലാൻ ചെയ്ത് വെക്കുന്നത് നിർബന്ധമായിട്ടുള്ളൊരു കാര്യമാണ്. ഇത് നിങ്ങൾക്ക് ഒരുപാട് ടൈം സേവ് ചെയ്യാനും അതുപോലെ തന്നെ ഒരു ഓർഗനൈസ്ഡ് ലൈഫ് മെയിൻറ്റെയിൻ ചെയ്യാനൊക്കെ ഹെൽപ്ഫുള്ളാണ്. അതുപോലെ നിങ്ങളുടെ ഒരു ഓഫീസ് വർക്കൊക്കെ ആണെങ്കിൽ തലേ ദിവസം ആ ഒരു വർക്ക് കാര്യങ്ങളൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ പിറ്റേ ദിവസം ആ ഒരു വർക്ക് പോയി ചെയ്യാനൊക്കെ പെട്ടെന്നൊരു മോട്ടിവേഷനും പെട്ടെന്ന് ചെയ്ത് തീർക്കാനൊക്കെ ഒരു എനർജിയൊക്കെ കിട്ടുന്നതാണ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് നോട്ട് ഡൗൺ ഒക്കെ ചെയ്ത് വെച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ ഒന്നും കൂടെ ഹെൽപ്ഫുള്ളാണ്. ഇതിപ്പോൾ ഞാൻ രാവിലത്തെ അല്ല, ഉച്ചയ്ക്കുള്ള ഫുഡാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഇതിൻ്റെ ഒപ്പം തന്നെ ചെയ്തു പോകുന്നുണ്ട്. അപ്പോൾ നമ്മൾ മീൻ കറി ഉണ്ടാക്കുന്നുണ്ട്, അതുപോലെ പരിപ്പ് കറിയും കൂടിയിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇന്ന് വൈകുന്നേരം നമുക്കൊരു ഔട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നേരത്തെ കാലത്തെ നമ്മൾ ഈ ഒരു ഉച്ചയ്ക്കുള്ള ലഞ്ച് കാര്യങ്ങളൊക്കെ ഒന്ന് പ്രിപ്പയർ ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഞാൻ തലേ ദിവസം ഒന്ന് പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, പിറ്റേ ദിവസം കറിക്ക് എന്താണെന്നുള്ളതൊക്കെ. അപ്പോൾ ആ ഒരു ടൈമിൽ തന്നെ, നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ടൈമിൽ തന്നെ ഇതും കൂടെ ഒന്ന് പെട്ടെന്ന് ചെയ്ത് പോകുന്നുണ്ട്. അതുകൊണ്ട് ഒപ്പം തന്നെ ചോറും കൂടെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു പ്ലാനിങ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് 1 മണിക്കൂറിൻ്റെ ഉള്ളിൽ തന്നെ നമ്മുടെ ഹൗസ് ഹോൾഡ്സൊക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്ത് തീർക്കാനായിട്ട് പറ്റുന്നതാണ്. അപ്പോൾ ഇതാ നമ്മുടെ ഫുൾ ഡേ കുക്കിംഗ് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടുണ്ട്, ഉച്ചയ്ക്കുള്ള ലഞ്ച് ഫുള്ളായിട്ടുണ്ട്, അതുപോലെ തന്നെ രാത്രിക്കുള്ള കറിയും കൂടി ആയിട്ടുണ്ട്. ഇനി നമുക്ക് പുറത്തൊക്കെ പോയി വന്നതിന് ശേഷം ചപ്പാത്തി ചുട്ടെടുക്കുന്ന പണി മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെ ഒന്ന് പ്ലാൻ ചെയ്തിട്ട് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഒരുപാട് ടൈം സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. ഇപ്പോൾ ഇത് 1 മണിക്കൂറിൻ്റെ ഉള്ളിൽ തന്നെ നമ്മുടെ ഹോൾ ഡേക്കുള്ള കുക്കിംഗ് ആണ് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മളാണ് തീരുമാനിക്കേണ്ടത് നമ്മുടെ ഡേ എങ്ങനെയായിരിക്കണം എന്നുള്ളത്. ഒരു ലേസി ഡേ ആവണോ അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റീവ് ഡേ ആക്കണോ എന്നൊക്കെ തീരുമാനിക്കേണ്ടത് നമ്മൾ മാത്രമാണ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളും കൂടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഒരു ഓർഗനൈസ്ഡ് ലൈഫിന് അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ് പ്ലാൻ ചെയ്ത് ഓരോ കാര്യങ്ങളും ചെയ്യുക എന്നുള്ളത്. അപ്പോൾ നമ്മുടെ ലാസ്റ്റ് പപ്പടം കാച്ചലും കൂടെ ഈ ഒരു ടൈമിൽ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് നമ്മുടേതായിട്ടുള്ള ഹോബീസിന് വേണ്ടിയിട്ട് ടൈം ഇൻവെസ്റ്റ് ചെയ്യാവുന്നതാണ്.
നെക്സ്റ്റ് 5th പോയിൻ്റായിട്ട് വരുന്നത് സ്പെൻഡ് ടൈം ഫോർ യുവർ ഹോബീസ് എന്നുള്ളതാണ്. അപ്പോൾ ഹോബി മെയിൻറ്റെയിൻ ചെയ്യുന്നത് നമുക്ക് ഇഷ്ടമുള്ള കാര്യമായിരിക്കുമല്ലോ നമ്മുടെ ഹോബീസായിട്ട് വരുന്നത്. അപ്പോൾ നമ്മുടെ ഹാപ്പിനെസ് മെയിൻറ്റെയിൻ ചെയ്യുന്നതാണ് നമ്മുടെ ഹോബി മെയിൻറ്റെയിൻ ചെയ്യുന്നതിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഹോബീസ് എന്തൊക്കെയാണെങ്കിലും അതിനായിട്ടുള്ള ടൈം കണ്ടെത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കേണ്ടതാണ്. അത് നിങ്ങളുടെ ലൈഫിന് ഒരുപാട് ചേഞ്ചസ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. അതിപ്പോൾ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ മനസ്സിലാവുന്നതാണ്. നമ്മുടെ ഒരുപാട് സ്ട്രെസ്സൊക്കെ അതിലൂടെ നമുക്ക് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. ആ ഒരു ഹോബിയിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് നമ്മൾ ആ ഒരു വർക്ക് ചെയ്യുവാണെങ്കിൽ നമ്മുടെ ലൈഫിൽ വരുന്ന പല സ്ട്രെസ്സും അതിലൂടെ നമുക്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. ഇതിപ്പോൾ ഞാനൊരു പേപ്പർ ബാഗ് ഓർഗനൈസറാണ് ചെയ്തെടുക്കുന്നത്. അതിപ്പോൾ എനിക്ക് കിച്ചണിൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്തെടുക്കുന്നതാണ്. ഇന്നിപ്പോൾ ഞാൻ വീഡിയോ വ്ളോഗ് ഷെയർ ചെയ്യുന്നതുകൊണ്ട് അതിൽ ഇൻക്ലൂഡ് ചെയ്തു എന്നേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു ഡേയിൽ തന്നെ ചെയ്യുന്നതുകൊണ്ട് ആ ഒരു ടൈമിൽ ഞാൻ എങ്ങനെയാണ് എൻ്റെ ടൈം യൂട്ടിലൈസ് ചെയ്തിട്ടുള്ളതെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഷെയർ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അതിൻ്റെ സ്റ്റെപ്പ് കാര്യങ്ങളൊന്നും ഷെയർ ചെയ്യുന്നില്ല, കാണുമ്പോൾ തന്നെ മനസ്സിലാവും സിമ്പിളായിട്ടുള്ളൊരു ഓർഗനൈസറാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒപ്പം തന്നെ നമ്മുടെ നെക്സ്റ്റ് ടിപ്പും കൂടെ ഷെയർ ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മുടെ 6th ടിപ്പ് വരുന്നത് മെയിൻറ്റെയിൻ ഹെൽത്തി റിലേഷൻഷിപ്പ് എന്നുള്ളതാണ്. അപ്പോൾ റിലേഷൻസൊക്കെ എല്ലാവർക്കും ഉണ്ടാവും. റിലേഷൻഷിപ്പ് വിത്ത് പാർട്ട്ണർ, കിഡ്സ്, ഫ്രണ്ട്സ്, ഫാമിലി മെമ്പേഴ്സ്, അങ്ങനെ പല രീതിയിലാണ് നമ്മുടെ ഹ്യൂമൻ ബീയിങ്സിൻ്റെ റിലേഷൻസ് വരുന്നത്. അപ്പോൾ ഓരോ റിലേഷനും നമ്മൾ ചൂസ് ചെയ്തിട്ട് സെലക്ട് ചെയ്തിട്ട് അതുപോലെ ഹെൽത്തി ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ ഒരു ഹെൽത്തി റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് നമുക്ക് സേഫ് ആൻഡ് കംഫർട്ടബിൾ ആണെങ്കിൽ മാത്രമേ ഒരു റിലേഷൻഷിപ്പ് ഹെൽത്തി ആണെന്ന് പറയാൻ പറ്റുള്ളൂ. അതുപോലെ റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ബാലൻസ് മെയിൻറ്റെയിൻ എന്ന് പറയുന്നത്. അപ്പോൾ ബാലൻസായിട്ട് ഓരോ റിലേഷൻഷിപ്പും മെയിൻറ്റെയിൻ ചെയ്യേണ്ടതാണ്. എങ്ങനെയാണ് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകുക എന്നുള്ളതാണ്. അപ്പോൾ ഒരാളുടെ കാര്യത്തിൽ ഒരുപാട് ഇൻ്റർഫിയർ ചെയ്യാണ്ടിരിക്കുക, അതുപോലെ തന്നെ അവരുടെ അത്യാവശ്യ ഘട്ടങ്ങളിൽ അവരെ ഒഴിവാക്കാണ്ടിരിക്കുക. ഇത് രണ്ടും ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു റിലേഷൻഷിപ്പ് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. നെക്സ്റ്റ് ഇതാ നമ്മുടെ ഹൗസ് ഹോൾഡിൻ്റെ ഭാഗമായിട്ടുള്ളതാണ്. നമ്മുടെ വാഷ് ചെയ്തിട്ടുള്ള ഡ്രസ്സൊക്കെ ഒന്ന് ഫോൾഡ് ചെയ്ത് എടുത്ത് വെക്കുക എന്നുള്ളത്. അപ്പോൾ ഇത് ഡെയിലി ബേസിസിൽ ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ്. ഒരിക്കലും നമ്മുടെ ഡ്രസ്സ് കാര്യങ്ങളൊന്നും വീട്ടിൽ കൂട്ടിയിടാനായിട്ട് പാടുള്ളതല്ല. അതൊരുപാട് നെഗറ്റീവ് എനർജി ഫീൽ ചെയ്യുന്ന ഒരു കാര്യമാണ് ഇങ്ങനെ ക്ലട്ടറായിട്ട് വീട് വെക്കുക എന്നുള്ളത്. അപ്പോൾ നമ്മളിന്ന് ലഞ്ച് കഴിഞ്ഞിട്ടാണ് ഔട്ടിങ്ങൊക്കെ പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിന് മുമ്പായിട്ട് ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് റീസെറ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പോൾ അധികം ഡീപ്പ് ക്ലീനിങ്ങിലേക്കോ തുടക്കാനോ കാര്യങ്ങളോ അങ്ങനെ ഒന്നും ഈ ഒരു ഡേയ്സിൽ നമ്മൾ ചെയ്യുന്നില്ല. അപ്പോൾ നമ്മൾ ഡീപ്പ് ക്ലീനിങ് ഒന്നും ചെയ്യാത്ത ദിവസമാണെങ്കിലും ആ ഒരു വിഷ്വൽ ക്ലട്ടർ ഒഴിവാക്കിയിട്ട് വീട് സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മുടെ ഫ്രഷ് ആവലും നിസ്കാരവും ലഞ്ചും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇറങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഇറങ്ങുമ്പോൾ തന്നെ 2:30 ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് സൺഡേ, ഇന്ന് ക്രിസ്മസ് വെക്കേഷൻ്റെ ലാസ്റ്റ് ഡേ ആണ്. അപ്പോൾ ഇതുവരെ നമ്മൾ ഔട്ടിങ്ങും കാര്യങ്ങളൊന്നും പോയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ മോളെയും കൊണ്ട് ഇന്ന് എന്തായാലും ഔട്ടിങ് പോകാമെന്നുള്ള ഒരു പ്ലാനിലായിരുന്നു ഉള്ളത്. അപ്പോൾ ഇവിടെ അടുത്തൊരു ഫ്ലവർ ഷോ നടക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഷോ കാണാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ നമ്മൾ വന്നിട്ടുള്ളത്. അപ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ടെല്ലാം. അപ്പോൾ നല്ല രീതിയിൽ തന്നെ എല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു കോർണറിൽ കാണുന്ന മയിൽ ഉണ്ടാക്കിയിട്ടുള്ളത് ഫുള്ള് പച്ചമുളക് വെച്ചിട്ടാണ്. നല്ല രീതിയിൽ തന്നെ സെറ്റ് ചെയ്ത് കളർ ചെയ്ത് എടുത്തിട്ടുണ്ട്. നമ്മുടെ ലാസ്റ്റ് ആൻഡ് 7th ടിപ്പ് എന്ന് പറയുന്നത് സ്റ്റേ ഹാപ്പി എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ നമുക്ക് സന്തോഷം കിട്ടുന്ന കാര്യങ്ങൾക്ക് വേണ്ടി സമയം കണ്ടെത്താനായിട്ട് ശ്രമിക്കേണ്ടതാണ്. ഒരുപാട് ചിന്തിച്ച് കണക്ക് കൂട്ടിയൊക്കെ ഇരിക്കാണ്ട് നാളെക്കുറിച്ചുള്ള ഒരുപാട് ഓവർ തിങ്കിങ് ഒന്നും ചെയ്യാതെ ഇന്ന് സന്തോഷമായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യേണ്ടതാണ്. നമ്മുടെ മെൻ്റൽ പീസിനെ ഡിസ്റ്റർബ് ചെയ്യുന്ന പല കാര്യങ്ങളും നമുക്ക് ചുറ്റുണ്ടാവും. സോൾവ് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ തീർച്ചയായും സോൾവ് ചെയ്തും, പരിഹരിക്കാൻ പറ്റാത്തതാണെങ്കിൽ, നമ്മുടെ കൺട്രോളിൽ ഇല്ലാത്ത കാര്യങ്ങളാണെങ്കിൽ അതിനെക്കുറിച്ച് ഓർത്ത് വിഷമിക്കാതെ ഇരിക്കേണ്ടതാണ്. നമ്മൾ ഹാപ്പി ആണെങ്കിലും അൺഹാപ്പി ആണെങ്കിലും ആ ഒരു ദിവസത്തിന് പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും വരാനില്ലെങ്കിൽ പിന്നെ നമ്മൾ ഹാപ്പി ആയിട്ടാണ് ഇരിക്കേണ്ടത്. നമ്മുടെ ചോയ്സാണ് നമ്മൾ എങ്ങനെ ഇരിക്കണം എന്നുള്ളത്. നമ്മുടെ ഹാപ്പിനെസ്സും പീസ് ഓഫ് മൈൻഡും ഒന്നും വേറൊരാൾക്കും കൊണ്ടുതരാൻ പറ്റില്ല. അത് നമ്മൾ തന്നെ ക്രിയേറ്റ് ചെയ്തെടുക്കേണ്ടതാണ്. അപ്പോൾ സ്റ്റേ ഹാപ്പി ആൻഡ് സ്ട്രെസ് ഫ്രീ.
അപ്പോൾ ഈ ഒരു വ്ളോഗ് ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ സൺഡേ വ്ളോഗ് പ്ലസ് 7 ടിപ്സാണ് നമ്മളിന്ന് ഷെയർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ഹെൽത്തി ആൻഡ് ഹാപ്പി ലൈഫ് സ്റ്റൈൽ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന 7 ടിപ്പ് കാര്യങ്ങളൊക്കെയാണ് ഷെയർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോസൊക്കെ ഒന്ന് ലൈക്ക് ചെയ്തും കൂടെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മറക്കല്ലേ. താങ്ക്സ് ഫോർ വാച്ചിങ്.